റാന്നിയിലാണ് ഈ പമ്പാ നദി കുറച്ചു മുമ്പ് രാവിലെയൊക്കെ കലിതുള്ളിയെങ്കിൽ അതിപ്പോൾ ആറന്മുളയിലേക്ക് മാറിയിരിക്കുന്നു. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ഇത് നദി കരകവിഞ്ഞൊഴുകി ചീറിപ്പാഞ്ഞ് ഒഴുകുന്ന ദൃശ്യങ്ങളാണ്. ഇത് നാട്ടുകാരൊക്കെ തന്നെ വാഹനവുമായി പോയിരുന്ന ജനവാസ മേഖലയിലേക്കുള്ള റോഡാണ്. ആ റോഡിലാണ് ഇങ്ങനെ കുത്തിയൊഴുകി പമ്പാ നദി പോകുന്നത്. കലിതുള്ളി പമ്പാ നദി ഒഴുകുമ്പോൾ അത് ജനജീവിതത്തെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. രാവിലെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇത്രമാത്രം വെള്ളം ഇവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ സ്ഥിതിഗതികൾ ആകെ മാറിയിട്ടുണ്ട്. ആറന്മുള ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന പാതയിലൊക്കെ തന്നെ പമ്പാ നദി കരകവിഞ്ഞൊഴുകുന്ന അവസ്ഥയാണ്. ആറന്മുള ക്ഷേത്രത്തിന് ചുറ്റും പമ്പാ നദി അതിൻ്റെ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു. വലിയ തോതിൽ മുട്ടോളം വെള്ളം ആറന്മുള ക്ഷേത്ര പരിസരത്ത് എത്തിയിട്ടുണ്ട്. എന്തായാലും വലിയ തോതിലുള്ള പ്രതിസന്ധി ഈ റാന്നിയിലൊക്കെ ഉണ്ടായതിൻ്റെ ഒരു ആവർത്തനം വീണ്ടും ആറന്മുളയിൽ ഉണ്ടാവുകയാണ്. കാരണം ഈ റാന്നിയിൽ നിന്ന് ആ വെള്ളം ഒഴുകി നേരെ ഇങ്ങോട്ട് ആറന്മുള ഭാഗത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ വരവിൻ്റെ ആഘാതത്തിലാണ് ഇത്രമാത്രം വെള്ളം ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വരുന്നത്. എന്തായാലും വലിയ തോതിൽ ജനങ്ങളെ പ്രതിസന്ധിയിലാക്കുന്ന തലത്തിൽ ജലത്തിൻ്റെ അളവ് ഇങ്ങോട്ടേക്ക് കൂടിക്കൂടി വരികയാണ്. ഈ ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഉൾപ്പെടെ മാറ്റുന്നതിൻ്റെ നടപടിക്രമങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു. കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഉൾപ്പെടെ തുറക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ പ്രതിസന്ധി ഈ സ്ഥലത്തെ സംബന്ധിച്ചുണ്ട്. കാരണം ഇവിടെ ഓരോ മിനിറ്റിലും വെള്ളത്തിൻ്റെ അളവ് ഇങ്ങനെ കൂടിക്കൂടി വരുന്ന സാഹചര്യമാണുള്ളത്. രാവിലെ എത്തിയപ്പോൾ മുട്ടോളം വെള്ളമായിരുന്നു. ഇപ്പോൾ മുട്ടിന് മുകളിൽ അരയറ്റോളം വെള്ളം എത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ പമ്പാ നദിയിൽ ഉൾപ്പെടെ ജലനിരപ്പ് വലിയ തോതിൽ ഉയരുന്നത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന സാഹചര്യമാണ്. ഇനി വൈകിട്ടോടുകൂടി ഈ ജലനിരപ്പൊക്കെ തന്നെ വീണ്ടും വർദ്ധിക്കാനുള്ളൊരു സാധ്യത തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട വലിയ ജാഗ്രത ജില്ലാ ഭരണകൂടത്തിൻ്റെയും മറ്റും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇനി ഈ പത്തനംതിട്ട ജില്ലയിൽ ഈ മഴ ഇങ്ങനെ തുടരുകയാണെങ്കിൽ ഒരു ആശങ്കയുടെ കേന്ദ്രമായി മാറാൻ സാധ്യതയുള്ളത് ആറന്മുള തന്നെയാണ്. 2018 പ്രളയകാലത്തുൾപ്പെടെ വലിയ തോതിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ആ പ്രതിസന്ധികൾ ഈ തവണയും ആവർത്തിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അത്രമാത്രം വെള്ളം ഇങ്ങനെ ചീറിപ്പാഞ്ഞ് പോകുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഈ ആറന്മുളയെ സംബന്ധിച്ച് 2018 പ്രളയത്തിൽ വലിയ തോതിലുള്ള നാശനഷ്ടം ഉണ്ടായൊരു സ്ഥലമാണ്. ഇതേ തോതിൽ ഈ നദി ഇങ്ങനെ ഒഴുകുകയാണെങ്കിൽ വലിയ തോതിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത്രമാത്രം വെള്ളമാണ് ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അത്ര ചീറിപ്പാഞ്ഞ് വെള്ളം വരുന്ന ഒരു സാഹചര്യം ആറന്മുളയെ സംബന്ധിച്ചുണ്ട്. വലിയ തോതിൽ രാവിലെ മുതൽ കൂടുതൽ ശ്രദ്ധ ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ നൽകിയത് ആറന്മുളയ്ക്കാണ്. കാരണം ഈ റാന്നിയിൽ നിന്ന് ഈ വെള്ളത്തിൻ്റെ അളവ് ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു അപകട സാഹചര്യം ഉണ്ട്.